നേതൃത്വത്തിന്റെ തീരുമാനത്തോടു കൂടിയാണെങ്കിൽ ഒരു കാര്യം കട്ടായമായി ഞങ്ങൾ പറയുന്നു. ഞങ്ങളെങ്ങാനും ഒരു സർക്കുലർ ഇറക്കേണ്ട, ഒരു മൗനാനുവാദം കൊടുത്താൽ നാദാപുരത്തിന്റെയും വണ്ടൂരിന്റെയും മണ്ണിൽ മാത്രമല്ല, പല സംസ്ഥാന കോളേജിന്റെയും സംസ്ഥാനക്കാരുടെ കോളേജിന്റെയും പാഠം ചേർന്നുകൊണ്ട് ബിരുദധാരികളായി വന്നവരുടെ അന്നം തേടി വന്ന ഞങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ട് പുറത്താക്കേണ്ടി വന്നാൽ അതിന് ഞങ്ങൾ തയ്യാറാവേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുകയാണ്. ഇത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ എന്ന് ഞങ്ങൾക്കറിയേണ്ടതുള്ളൂ. ഒറ്റയാൻ ഞങ്ങൾക്കൊരു വിഷയമല്ല. ഏതെങ്കിലും പിറകോട്ട് ചലിക്കുന്ന കുഴിയാനയും ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷെ ഞങ്ങൾക്ക് വിഷയം ആ സംഘടനയാണ്. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ, ഞങ്ങൾ ചെറിയവരാണെങ്കിലും നിങ്ങൾ പറയുന്നതിന്റെ മാന്യത ഞങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. ആ ആളുകളുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ പറയുന്നത്, ഇത് നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഇയാളെ കയറൂരി വിട്ടുകൊണ്ടാണെങ്കിൽ, ഈ ആനക്ക് മതം പൊട്ടി വന്നതാണെങ്കിൽ ചങ്ങല കിട്ടില്ലെങ്കിൽ ഈ സമുദായം ചങ്ങലക്കിടാൻ മുന്നോട്ട് വരും. അതിന് ഞങ്ങൾ തയ്യാറാകേണ്ടി വരും. അങ്ങനെ ഏതെങ്കിലും ആളുകളെ അനുസരിച്ചുകൊണ്ടാണ് ചില ആളുകൾ വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമായിനെ ആക്ഷേപിക്കാൻ മുന്നോട്ട് വരുന്നതെങ്കിൽ ഞങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കും. അത് ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വത്തിന്റെ മുഴുവൻ കാര്യം ഏറ്റെടുക്കാൻ ഈ ഒറ്റപ്പെട്ട പ്രഭാഷകന് മാത്രമേ അതിന്റെ കുറ്റബോധമുണ്ടാകേണ്ടതുള്ളൂ എന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ മുശാവറ യോഗമാണ് ഡിസംബർ മാസത്തിൽ ഇങ്ങനെയൊന്ന് തീരുമാനിച്ചത്. ബഹുമാന്യരായ സിക്കത്ത് അന്നത്തെ മൗലാന രാമന്തളി മുഹമ്മദ് തങ്ങളാണ് അതിന്റെ പ്രഖ്യാപനം കോഴിക്ക് വെച്ച് നടത്തിയത്. അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് സ്വന്തമായി നജീബ് മൗലവി പറയുകയാണോ, അതല്ലെങ്കിൽ ഇതിന് സംസ്ഥാന ജമിയത്തിന്റെ അംഗീകാരമുണ്ടോ എന്നൊക്കെ ചിലർക്ക് അറിയേണ്ടതുണ്ട്. കേന്ദ്ര മുശാവറ തീരുമാനിച്ചതാണ് സുവർണ ജൂബിലിയുടെ ഒരു അടുത്ത നവംബർ വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കൊക്കെ അന്ന് അവിടെ വെച്ച് മഹാനായ തങ്ങൾ പോലുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി 2 മാസം ഇങ്ങനെ മഹല്ലുകൾ ശിഥിലമാകരുത് എന്ന പ്രമേയവുമായി പല സ്ഥലത്തും അത് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ മൗലാന നജീബ് ഉസ്താദിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ചിലരൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പലതും പറയുന്നുണ്ട്. അദ്ദേഹം മാത്രമാണ് ഇതിന്റെ ആളുകളെന്നും ഒക്കെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനരായ നമ്മുടെ സംസ്ഥാനയുടെ പണ്ഡിതന്മാരൊക്കെ വലിയവരായി കാണുകയും ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ചെറുതാക്കി കാണാൻ അവരൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നു. അതൊക്കെ അവർക്ക് പുതുതായി തോന്നുന്ന കാര്യങ്ങളാണ്. മഹാനരായ താജുൽ ഉലമയെയും ബഹുവന്യരായ ശൈഖുന കീഴനോറിയൊക്കെ അവർ വളരെ ആക്ഷേപിച്ചു പറയുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വഫാത്തായതിന്റെ ശേഷം അവരെ മഹാന്മാരായി കാണുകയും ഇപ്പോൾ ചിലരൊക്കെ ഒറ്റപ്പെട്ട് അവരെ ധിക്കരിക്കുകയാണെന്ന് ജനങ്ങളോട് വരുത്തിത്തീർക്കുകയുമാണ് ചിലരുടെയൊക്കെ ഉദ്ദേശം. അതൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന് അത്തരക്കാർ മനസ്സിലാക്കിയാൽ മതി. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ അന്നം മുട്ടിക്കും, നിങ്ങളെയും കാണിച്ചു തരാ, നിങ്ങൾക്കും ജോലി കിട്ടൂല എന്നൊക്കെയാ പറയുന്നതെന്ന് വെച്ചാല് അതൊക്കെ നിങ്ങൾ എന്ത് നിലക്ക് പറയുന്നതാണാവോ? അല്ലാഹുവിൽ വിശ്വാസമില്ലേ നിങ്ങൾക്ക്? അല്ലാഹുവിൽ വിശ്വാസമില്ലേ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് എന്നെ അറിഞ്ഞു വണങ്ങാനും എന്നെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യേണ്ട കാര്യങ്ങൾക്കും വേണ്ടിയാണ് നിങ്ങളെ ഞാൻ പഠിച്ചിട്ടുള്ളത്. ജിന്നേ ഇൻസേ 2 വർഗങ്ങളെയും. ആ ദൗത്യം നിങ്ങൾ നിർവഹിക്കുക. അത് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, എന്നെ അറിയണം,
എന്റെ തൗഹീദ് അംഗീകരിക്കണം. എന്റെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് വണങ്ങണം. ഇതുമാത്രമല്ലേ ഞാൻ നിങ്ങളിൽ നിന്ന് ലക്ഷ്യമാക്കിയുള്ളൂ. ഇതിനല്ലേ ഞാൻ നിങ്ങളെ പടച്ചത്. നിങ്ങളെ ബാപ്പ ചിന്തിച്ചതല്ലല്ലോ, ഉമ്മ ചിന്തിച്ചതല്ലല്ലോ. നിങ്ങളുടെ രൂപം ഞാൻ തന്നെ തന്ന് പടച്ചതല്ലേ. അതെന്നെ അറിയാനും വണങ്ങാനുമാണെന്ന് ഓർമ്മപ്പെടുത്തിയ റബ്ബ് പറയുന്നത്, നിങ്ങൾ എനിക്ക് വജീരം തരണം, വിഭവം തരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. എന്നെ നിങ്ങൾ തീറ്റിപ്പോറ്റണം. സാധാരണ അടിമകൾ ഉടമകളെ തീറ്റിപ്പോറ്റും പോലെ എന്റെ അടിമകളായി നിങ്ങൾ ഉടമയായ യജമാനനായ എന്നെ തീറ്റിപ്പോറ്റണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. പകരം ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളയാണ് നിങ്ങൾക്ക് തിന്നാൻ തരുന്നവൻ, അള്ളയാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവൻ, അള്ളയാണ് നിങ്ങൾക്ക് ഉപജീവനം തരുന്നവൻ, അള്ളയാണ് നിങ്ങൾക്ക് ഭൗതിക വിഭവങ്ങൾ നൽകുന്നവൻ. അവൻ സുശക്തനാണ്, കഴിവുറ്റവനാണ്. അവൻ തരുന്ന റിസ്ക് അവൻ കീറിയ വായുണ്ടോ? നിശ്ചയിച്ച പരിധി മുഴുവൻ കിട്ടിയിട്ടേ ഒരാൾ മരിക്കുകയുള്ളൂ എന്ന വിശ്വാസമല്ലേ സഹോദരങ്ങളെ നമുക്ക്? അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻപിൽ ഹബ്ബത്ത് സുവാ എന്ന രണ്ടുപേർ, ഇബ്നു ഖാലിദ്, രണ്ട് സ്വഹാബി വര്യന്മാർ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെല്ലുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ചെല്ലുമ്പോ നബി തങ്ങൾ ഒരു എടുപ്പിന്റെ നിർമ്മാണത്തിന്റെ പണിയിലാണ്. ഒരു ചെറിയ കല്ലുകൾ വെച്ചിട്ട് പടുക്കുകയാണ്. ഈ പടവിന്റെ പണി നിർവഹിക്കുമ്പോ നബിയെ ആ കാര്യത്തിൽ അവർ സേവിച്ചു. ഇവർ സേവിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ സേവിച്ച് തങ്ങളോടുകൂടെ പണിയെടുത്തിട്ട് വിരമിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ദഅലന, ഞങ്ങൾക്ക് വേണ്ടി റസൂലുള്ള ദുആയിരുന്നു. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ലാ തയഅസാ മിനൽ റിസ്ഖി, പടച്ചവനിൽ നിന്ന് വിഭവങ്ങളും വജീരവും കിട്ടുന്നതിനെ ചൊല്ലി നിങ്ങൾ നിരാശപ്പെടണ്ട. പടച്ചോൻ നിങ്ങൾക്ക് നിശ്ചയിച്ച വജീനവും മന്നവും ഭക്ഷണവും നിങ്ങൾക്ക് കിട്ടിയേ തീരൂ. നിങ്ങളുടെ രണ്ടുപേരുടെയും തല കുലുങ്ങുന്ന കാലത്തോളം, നിങ്ങളുടെ തല ചലിക്കുന്ന കാലത്തോളം അല്ലാഹ് അന്നം തരാതിരിക്കുകയില്ല. നിങ്ങൾ നിരാശപ്പെടേണ്ട. ഒരു മനുഷ്യനെ ഉമ്മ പ്രസവിക്കുമ്പോ ചോര പൈതലല്ലേ, ശരീരത്തിന്റെ തോലിന് പോലും ബലമില്ലല്ലോ, ശരിക്കുള്ള തൊലി പോലുമില്ലല്ലോ. എന്നിട്ട് ആ ചോര പൈതലായ ഉമ്മ പെറ്റ കുട്ടിയെ നിങ്ങൾക്ക് തൊലി വെച്ച് വണ്ണം വെച്ച് നിങ്ങളെ പോറ്റി വളർത്തി നടത്തി വലുതാക്കിയിട്ട് അള്ളയല്ലേ അവന് കൊടുക്കുന്നതും അന്നം നൽകിയതും വജീനം നൽകിയതും. അങ്ങനെയുള്ള അള്ളാഹുവിനെ പറ്റി, അവന്റെ റിസ്കിനെ പറ്റി നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട, നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടും. വയറുവെച്ച അള്ളാഹ്, അത് തിന്നാൻ വേണ്ടി തൊള്ളകേറിയിട്ടുള്ള അള്ളാഹ്, ഈ തൊള്ളയുണ്ടോ? അതിലേക്ക് ഉരുള ഉരുട്ടാനുള്ള കയ്യിന്റെ ചലനമുണ്ടോ? അതിന് ആഹാരം തരുന്ന കാര്യം അള്ളാഹ് ഏറ്റിരിക്കുന്നു. നിങ്ങൾക്കറിയില്ലേ, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തങ്ങളവர்கள் തന്റെ രാജകൊട്ടാരം വിട്ടുകൊണ്ടിറങ്ങിപ്പോകാനിടയാക്കിയ അനേകം സംഭവങ്ങൾക്കിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം, താൻ തന്റെ കൊട്ടാരത്തിൽ വിഭവസമൃദ്ധമായ പത്തിരികളും മാംസങ്ങളും തിന്നാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് തന്റെ പിഞ്ഞാണത്തിൽ നിന്നും പ്ലേറ്റിൽ നിന്നും അതാ ഒരു കാക്ക വന്നിട്ട് പത്തിരി കൊത്തുന്നു. കൊത്തിയിട്ട് കാക്ക ഒരു ദിക്കിലേക്ക് പറക്കുകയാണ്. രണ്ടാമത്തെ ദിവസം തിന്നാനിരിക്കുമ്പോ അന്നും വരുന്നു കാക്ക കൊത്തി പത്തിരി കൊണ്ടുപോകുന്നു. 7 ദിവസം ഇത് തുടരുന്നു. ഒരേ ദിക്കിലേക്ക് കാക്ക പറക്കുന്നു. ആ പറക്കുന്ന കാക്ക ആ ദിക്കിലേക്ക് തന്നെ പോയപ്പോ പിന്നാലെ ഇതൊന്ന് കാണണമല്ലോ എന്ന് കരുതിയിട്ട് താൻ വാഹനം പ്രത്യേകം തയ്യാർ ചെയ്ത് തന്നെ കൊണ്ട് ഒട്ടാൻ പറ്റുന്ന തരത്തിലുള്ള വാഹനപ്പുറത്ത് കയറിയിട്ട് ഈ പറവ പറ്റി പറന്ന കാക്ക പറന്ന ദിക്ക് ലക്ഷ്യമാക്കി പോയപ്പോ ഒരു മലയുടെ മൂർധന്യത്തിലെത്തിയപ്പോ കാക്കനെ കാണാനില്ല. കാക്ക അപ്രത്യക്ഷമായി. 7 ദിവസം തന്റെ പത്തിരി നിന്ന് പോയ കാക്ക അതാ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു ഞെരക്കം മുളക്കം. ആ മുളക്കം നോക്കുമ്പോ തലയും കയ്യും കാലുമൊക്കെ വരിഞ്ഞു കെട്ടിയ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എങ്ങനെ കിടക്കുകയാണ്, ജീവനുണ്ട്, സന്തോഷവാനാണ്. പക്ഷേ കൈകാലുകൾ അനക്കാൻ വയ്യ, തലയനക്കാൻ വയ്യ, കാല് ചലിപ്പിക്കാൻ വയ്യ. ഇദ്ദേഹം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം എന്താണ് ഈ കിടത്തമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കച്ചവടക്കാരനാണ്, വ്യാപാരിയാണ്, സ്വർണ്ണങ്ങളും വെള്ളികളുമായി ഞാൻ കൊണ്ടുവരികയാണ് കച്ചവട ചരക്കുകളും ലാഭങ്ങളും. വഴിയിൽ വെച്ച് കൊള്ളക്കാരനെ പിടിച്ചു. എന്റെ കവർച്ച ചെയ്ത മുതലുകളെല്ലാം മുതലുകൾ കവർച്ച ചെയ്തിട്ട് പിന്നാലെ കൂടാതിരിക്കാനും പിടികൂടപ്പെടാതിരിക്കാനും കയ്യും കാലുമൊക്കെ വരിഞ്ഞു കെട്ടിയിട്ട് എന്നെ ഇവിടെ കിടന്ന് അവൻ ചാവട്ടെ എന്നും പറഞ്ഞിട്ട് അവരിട്ട് പോയതാണ്. പക്ഷേ അത്ഭുതം, 7 ദിവസമായി ഞാനിതാ കിടക്കുന്നു. ഞാൻ കിടക്കുന്ന ഈ കിടപ്പിൽ എന്റെ നെഞ്ചത്ത് കയറിയിരിക്കുന്നു ഒരു കാക്ക.
ആ കാക്ക അതിന്റെ കൊക്കുകൊണ്ട് കൊത്തിയിട്ട് കഷ്ടമാക്കിയിട്ട് എനിക്ക് സ്വാദിഷ്ടമായ രാജാക്കന്മാർ മാത്രം ഉപയോഗിക്കുന്ന പത്തിരി തന്നെ കട്ടിച്ച് എന്റെ തൊള്ളയിലിട്ട് തരുന്നു. ഞാനതെങ്ങനെ ആഹരിക്കുന്നു? 7 ദിവസമായി എനിക്ക് ഈ കാക്ക പത്തിരി തന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, എന്നെ പടച്ച റബ്ബ് എനിക്ക് നൽകുന്ന വജീനം, എന്നെ പടച്ച റബ്ബ് എനിക്ക് ഒരുക്കിയ വജീനം, എന്നെ പടച്ച റബ്ബ് എനിക്ക് സമ്മാനിച്ച വജീനം. അൽഹംദുലില്ലാഹ്. ഇത് കണ്ടുകൊണ്ടാ മഹാനായ ഇബ്രാഹിം അദ്ഹം കൊട്ടാരത്തിൽ ഞാൻ തിന്ന ഈ പത്തിരിയാണല്ലോ ഇവിടെ കെട്ടിയിടപ്പെട്ട ഈ മൃതപ്രായനായ മനുഷ്യന് അള്ളാഹു നൽകുന്നതെന്ന് ചിന്തിച്ചിട്ട് ഞാനിനി എന്തിനീ കൊട്ടാരത്തിലിരിക്കണം, എനിക്കെന്തിനീ പരിവാരം, എനിക്ക് തിന്നാനെന്തിനീ സുഖക്കൊട്ടാരം, എനിക്ക് അള്ള ഭക്ഷണം ഏകിയത് കിട്ടുമല്ലോ എന്ന് കരുതി ഒരുങ്ങിയതാ ഈ ദുന്യാവ് വിട്ട് ദുന്യാവിന്റെ എല്ലാ ആഡംബരങ്ങളും വിട്ട് സുഖിലായി. മഹാനായ ഇബ്രാഹിം അദ്ഹമിന്റെ കഥയായത്. ഇത് വിശ്വാസമുള്ള മോമിനീങ്ങളെ, ഇതോർമ്മയുള്ള പണ്ഡിതന്മാരെ, ഇതോർക്കുന്ന മുഅല്ലിമീങ്ങളെ, ഇത് പഠിച്ചിട്ടുള്ള മുഅല്ലിമീങ്ങളുടെ ഈമാനിനെ പരീക്ഷിക്കാൻ നിങ്ങളൊരു സമസ്തക്കാരനും തുനിയണ്ട. അള്ള വായ കീറിയത് അള്ള തരുന്ന റിസ്ക് തിന്നാനാ, അള്ള പള്ള വെച്ചത് ആ റിസ്ക് ഇറങ്ങാനാ. അത് സമസ്തക്കാരൻ മുട്ടിച്ചാൽ അതിന്റെ അപ്പുറമുള്ളവൻ അത് തന്നുകൊണ്ടിരിക്കും. രാജാതിരാജനായ റബ്ബ് തന്നുകൊണ്ടിരിക്കും. ഇത്തരം ഭീഷണികളൊന്നും വിശ്വാസമുള്ളവർക്ക് നേർക്ക് പറയേണ്ടതല്ല, മുഅല്ലിമീങ്ങളുടെയും മുതഅല്ലിമീങ്ങളുടെയും നേർക്ക് പറയേണ്ടതല്ല. മാനം മര്യാദക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ, സൗഹാർദ്ദപരമായി സംഘടനാ സഹവർത്തിത്വം പാലിക്കാൻ, അഭിപ്രായ വ്യത്യാസങ്ങളോടുകൂടെ 2 സംഘടനകളും 2 സംഘടനകളായി നിന്നോ. ഞങ്ങളൊരു 3-ാം കക്ഷിയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ സുന്നികളായി നിന്നോട്ടെ. 4 സംഘടനകളും ഒന്നിച്ച് ഐക്യപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അചിന്യമാണ്, വളരെ പ്രയാസമാണ്. സമസ്ത വിചാരിച്ചാൽ പ്രയാസമുട്ടില്ലതാനും. ഈ മേധാവികൾ വിചാരിച്ചാ പ്രയാസമില്ല. എല്ലാരും അന്നം മുട്ടിക്കാൻ കഴിവുള്ളവരല്ലേ? അപ്പൊ എല്ലാരും നന്നാക്കാൻ ഒരു കഴിവുണ്ടല്ലോ. സമസ്ത വിചാരിച്ചില്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല. പക്ഷേ ഇവ സംഘടനാ സൗഹാർദ്ദം പുലർത്തണം, മാനം മര്യാദ പുലർത്തണം. നമ്മൾ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത്, ഈ ഭൂമിന്റെ മുകളിലൊന്ന് ഓർക്കണം. നമ്മൾ മുസ്ലിമീങ്ങളുടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പണ്ഡിതന്മാരാണ്, പണ്ഡിതന്മാരുടെ സംഘടനയാണ് എന്ന് ലോകം ശ്രദ്ധിക്കുമെന്ന് ചിന്തിക്കണം. ആ നിലയ്ക്ക് ഈ 2 വിഭാഗവും ഇവർ 25 വർഷമായി തുടർന്നു വരുന്ന ഈ കീരിയും പാമ്പും ചക്കുളത്തിൽ പോരും എന്ന നിരക്കുള്ള പോര് അവസാനിപ്പിച്ചിട്ട് വളരെ നല്ല നിലയിലുള്ള സൗഹാർദ്ദത്തോടുകൂടി ഇസ്ലാമിനെയും മുസ്ലിമിനെയും സുന്നിയെയും എല്ലാം ചിന്തിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും നമ്മളെപ്പോലുള്ള ഇസ്ലാമിന്റെ ആളുകൾ നാളെ സ്വർഗ്ഗം പോകേണ്ടവരാണ്, അള്ള മഗ്ഫിറത്ത് നൽകേണ്ടവരാണ്, റസൂലുള്ളാഹി പ്രാർത്ഥിക്കേണ്ടവരാണെന്ന് ചിന്തിക്കേണ്ടവരായില്ലെങ്കിൽ ഞങ്ങൾക്കല്ല നഷ്ടം. അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, ഓരോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇവിടെ നിന്നിങ്ങനെ കേറും അമല്. ഈ അമലുകൾ കേറുമ്പോ അല്ലാഹു തആല മുശ്രിക്കല്ലാത്ത ഏത് കാഫിറല്ലാത്ത മനുഷ്യനിക്കും പാപമോചനമുണ്ടെങ്കിൽ പൊറുക്കും. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകൾ കേറുമ്പോ. പക്ഷേ ഖൽബിന്റെ അകത്തൊരു മുസ്ലിമായ മനുഷ്യനോട് പോര് സൂക്ഷിക്കുന്നയാൾക്ക്, ദേഷ്യം സൂക്ഷിക്കുന്നയാൾക്ക്, പക സൂക്ഷിക്കുന്നയാൾക്ക് ഒരിക്കലും ഈ പാപമോചനം കിട്ടുകയില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പോരുകാരായ വ്യക്തികളെ അംറുഹാദൈൻ ഇവർ 2 പേരവിടെ നിൽക്കട്ടെ, ഓലൊന്ന് നന്നായി വരട്ടെ, അതുവരെ അവർക്ക് മഗ്ഫിറത്ത് രേഖപ്പെടുത്തരുതേ എന്ന് അല്ലാഹു ആവർത്തിച്ച് മലക്കുകളോട് പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. 15-ാം രാവ് ശഅബാന്റെ 15-ാം രാവിന് അല്ലാഹു തആല പ്രത്യേകം മോഹരി ചെയ്തിട്ട് എല്ലാവർക്കും പൊറുക്കും. വമ്പിച്ച പൊറുക്കല്. ആ പൊറുക്കൽ ഇല്ലാലി മുശ്രിക്കിൻ ഔ മുശാഹിൻ, കാഫിറായ അവിശ്വാസിക്ക് അല്ലാഹു പൊറുക്കൂല. ഖൽബിൽ മുസ്ലിമിനോട് പോര് വെച്ചവർക്കും പൊറുക്കൂല. അങ്ങോട്ടും ഇങ്ങോട്ടും പോര് വെക്കുന്ന സംഘടനക്കാരെ, ഈ പോരിലൂടെ മാത്രം ജീവിക്കുന്ന സംഘടനക്കാരെ, ആ പോര് അരുതെന്ന് പറഞ്ഞാൽ അവരോടും പോര് വെക്കുന്നവരെ, നിങ്ങളുടെ പോരിന് എന്നാണ് അന്ത്യം വരിക? ആ പോര് തീർന്നില്ലെങ്കിൽ അള്ളാന്റെ മഗ്ഫിറത്ത് കിട്ടാതാകുന്നത് നിങ്ങൾക്കാവും, ഞങ്ങൾക്ക് റിസ്ക് കിട്ടാനാവുള്ളൂ. റിസ്ക് കിട്ടാൻ ഞാൻ മരിക്കേ ഉള്ളൂ. മരിച്ചതിന്റെ ശേഷം മഗ്ഫിറത്തെങ്കിലും കിട്ടണം. അല്ലാഹുവേ, നീ അത് ഞങ്ങൾക്ക് നൽകണമേ. ഈ സഹോദരങ്ങൾ എല്ലാവർക്കും നൽകണമേ. ഹിദായത്തും സൽബുദ്ധിയും നൂറും നൽകണമേ, വെളിച്ചം നൽകണമേ. ഈ സമുദായത്തിൽ നൽകിയ ഈ ഇസ്ലാമും ഈമാനും പരസ്പരം മാനിക്കാറുള്ള തൗഫീഖും ഹിദായത്തും നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ